നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം രാഹുകേതുക്കളുടെ രാശിസ്ഥിതി മൂലമുള്ള ഗുണദോഷ ഫലങ്ങളും അതിന്റെ പരിഹാരങ്ങളുമാണ് പറഞ്ഞു വന്നിരുന്നത്. മേടം മുതൽ കുംഭം വരെയുള്ള രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളെയും പരിഹാരങ്ങളെയും പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മീനക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ സ്ഥിതി മൂലമുള്ള ഗുണദോഷങ്ങളും പരിഹാരവും ചിന്തിക്കാം. ഇതിനു മുമ്പ് 27 വീഡിയോകളിലായിട്ട് 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പറഞ്ഞിരുന്നു. ഓരോ രാശിക്കാരുടെയും വിശദമായിട്ടുള്ള നക്ഷത്ര ഫലത്തെയും പറഞ്ഞിരുന്നു. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. നമുക്ക് ഇന്ന് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ രാഹുകേതുക്കളുടെ സ്ഥിതി മൂലമുള്ള ഗുണദോഷ ഫലങ്ങളും പരിഹാരവും ചിന്തിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് മീനൻ രാശിയിൽ, അതായത് ജന്മരാശിയിൽ തന്നെയാണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. 7ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ മന്ദഗതി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ദേഹത്തിന് അല്പം ദേഹകാന്തിയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ശരീരത്തിന് സ്വസ്ഥത കുറവുമൊക്കെ ഉണ്ടായേക്കാം. ആരോഗ്യത്തിന് കുറവും സംഭവിക്കാം. ഭയവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും തോൽവി ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പൊതുവെയുള്ള കാര്യപ്രാപ്തിക്ക് അല്പം കുറവ് തട്ടിയേക്കാം. അലച്ചിലും ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒക്കെ ഉണ്ടാകാം. കൂടാതെ പ്രവൃത്തിയും സംസാരവും ഒക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. വാക്കുമൂലം മറ്റുള്ളവരുമായി ശത്രുതയിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അലസത ഉണ്ടാകാനുമുള്ള സാഹചര്യമുണ്ട്. കേതു 7ൽ നിൽക്കുന്നതിനാൽ ഭാര്യയുമായി കലഹവും ഭാര്യയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. കൂടാതെ ഭാര്യയുമായി വേർപെട്ട് താമസിക്കേണ്ട സാഹചര്യങ്ങളും വരാം. ബുദ്ധിക്ക് അല്പം സ്വല്പം മന്ദതയും മനോവിഷമവും ഒക്കെ ഉണ്ടായേക്കാം. കൂടാതെ ഭോജന സംബന്ധമായിട്ടുള്ള സുഖക്കുറവുണ്ടാകാം. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വിവാദങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളും വരാം. കൂടാതെ കലഹങ്ങൾ ഉണ്ടാകാനും അപവാദങ്ങൾ ശ്രവിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കൂടാതെ ജല സംബന്ധമായിട്ടുള്ള യാത്രയിലൊക്കെ അപകടങ്ങളും ഒക്കെ ഉണ്ടാകാം. ജലത്തിലും മറ്റും യാത്ര ചെയ്യുമ്പോഴും നീന്തൽ തുടങ്ങിയ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളെ ഒന്ന് നോക്കാം. രാഹുദോഷത്തിന്റെ പരിഹാരമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകവും ജലധാരയും ഒക്കെ നടത്താവുന്നതാണ്. കൂടാതെ ശാസ്താക്ഷേത്രത്തിൽ ശാസ്താവിന് ഭസ്മാഭിഷേകം നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ സർപ്പങ്ങൾക്ക് പാട്ട് പാടിക്കുക, മഞ്ഞൾ സമർപ്പിക്കുക എന്നിവയും ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ സർപ്പങ്ങൾക്ക് നൂറും പാലും നടത്തുന്നതും വിശേഷമാണ്. കേതുർ ദോഷത്തിന് പരിഹാരമായി ആഴ്ചയിൽ ഒരു ദിവസം ഗണപതി ഹോമം നടത്തുക. കൂടാതെ അർച്ചന നടത്തുന്നതും മോദകം വഴിപാട് ഗണപതിക്ക് സമർപ്പിക്കുന്നതും ഒക്കെ വളരെ വിശേഷ ഫലത്തെ നൽകും. കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത അർച്ചന നടത്തുക. ഭാഗ്യസൂക്ത അർച്ചന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നതും ഭാഗ്യവർദ്ധനവിനും ദോഷത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് മീനക്കൂറുകാരുമായി ബന്ധപ്പെട്ടിട്ട് രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ രാശിസ്ഥിതി മൂലം പുതുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷങ്ങളും പരിഹാരങ്ങളും. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.